ഹായ് പ്രിയപ്പെട്ടവരെ, മറുനാടൻ മലയാളി ഷാജൻ സ്കറിയ കത്തോലിക്ക സഭയുടെ സ്ഥാപനങ്ങളെ തകർക്കാൻ ജിഹാദികൾക്ക് കൂട്ടുനിൽക്കുന്നു എന്ന ആരോപണമുള്ളപ്പോൾ താൻ നല്ല ഉത്തമ കത്തോലിക്കനാണെന്ന് പറഞ്ഞുകൊണ്ട് സഭയ്ക്കെതിരെ നീങ്ങുമ്പോൾ അനീതിക്കെതിരെ ശബ്ദമുയർത്തുന്നതാണ് എന്ന് വരുത്തിയിട്ട് പ്രേക്ഷകരെ കബളിപ്പിക്കുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് ശേഷിയുണ്ട്. യഥാർത്ഥത്തിൽ അദ്ദേഹം കത്തോലിക്കനല്ല, അദ്ദേഹം ക്രൈസ്തവ വിശ്വാസി പോലുമല്ല. അയാൾ പതിവായി ഹിന്ദു അമ്പലങ്ങളിൽ സനാതന ധർമ്മത്തെക്കുറിച്ച് ക്ലാസ് എടുക്കാറുണ്ട്. ക്രൈസ്തവരെ തോൽപ്പിക്കാനുള്ള വഴി എന്താണെന്ന് അദ്ദേഹം ഒരു അമ്പലത്തിൽ പോയി പഠിപ്പിക്കുന്ന ഒരു വീഡിയോ ഞാനിപ്പോൾ കാണിച്ചു തരാം. അതിൽ അദ്ദേഹം പറയുന്നത് പല വചനങ്ങളും ബോധ്യങ്ങളും ഈ കുട്ടികൾ പറയുമ്പോൾ ക്രൈസ്തവ വിശ്വാസം ശരിയാണെന്നെങ്ങാനും ചിന്തിച്ചു പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് കാറ്റിക്കസത്തിന് വിരുദ്ധമായ സനാതന ധർമ്മത്തിൻ്റെ ഒരു പ്രത്യേക ക്ലാസ്സുകൾ ഹൈന്ദവ കുട്ടികൾക്ക് കൊടുക്കണം, എങ്കിലും ക്രൈസ്തവ കുട്ടികളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാനാവൂ എന്ന് അദ്ദേഹം പറയുന്നത് കേൾക്കുക. ആദ്യം വേണ്ടത് രാമായണം വായിക്കുക, മഹാഭാരതവും ഭഗവത്ഗീതയും വായിക്കുക. ഈ 3 എണ്ണം വായിക്കുക മിനിമം. ഈ 3 എണ്ണം വായിക്കാത്ത ഒരാൾ എങ്ങനെയാണ് ഹിന്ദു ആവും? പലവട്ടം വായിക്കണം മിനിമം. അത്രയും മാത്രം ചെയ്താൽ ഒരു ഹിന്ദുവിന് അവന്റെ സ്വത്വബോധം ഉണ്ടാവും. ഇല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഈ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അവർക്ക് നാണക്കേട് തോന്നും. കാരണം അവരുടെ കൂടെ നിൽക്കുന്നവരോട് വാദിച്ച് ജയിക്കാൻ കഴിയാതെ വരുമ്പം പതിയെ അങ്ങ് സൈഡാവും. ജന്മങ്ങളും പുനർജന്മങ്ങളും ഉണ്ടാവും. അതിനൊക്കെ ശേഷമേ നമുക്ക് മോക്ഷം കിട്ടും, അല്ലാതെ മരിച്ച ഉടനെ മോക്ഷം കിട്ടില്ല. മനുഷ്യനായും മറ്റു പലതായും നമ്മൾ ജനിക്കുകയും പുനർജനിക്കുകയും ചെയ്യണം. ഒടുവിൽ നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമുക്ക് മോക്ഷം കിട്ടും. ആ മോക്ഷത്തിന് വേണ്ടി, ശാശ്വതമായ ജീവിതത്തിന് വേണ്ടി നമ്മൾ അനുഷ്ഠിക്കുന്ന ധർമ്മമാണ് സനാതന ധർമ്മം പഠിപ്പിക്കുന്നത്. മോക്ഷം നേടാൻ അദ്ദേഹം എരുമേലിക്കടുത്തുള്ള തന്റെ നാട്ടിലെ ഒരു ഹൈന്ദവ ക്ഷേത്രത്തിന്റെ ഭാരവാഹിയാണ്. ഞങ്ങളുടെ നാട്ടിൽ ഒരു അമ്പലമുണ്ട്, ഞാനോടുകൂടി ഇനിഷ്യേറ്റീവ് എടുത്ത് തുടങ്ങിയ അമ്പലമായിരിക്കുന്നത് അയ്യപ്പ ക്ഷേത്രം. 17 വർഷമായി ആ ക്ഷേത്രത്തിലെ ഉത്സവത്തിലെ മുഖ്യ ദിനത്തിലെ ഉത്തരവാദിത്വം എനിക്കാണ്. എവിടെയാണെങ്കിലും ഞാൻ ആ ഉത്സവം നടത്താൻ പോവാറുണ്ട്. എല്ലാ ആണ്ടിലും മലയാറ്റൂരും പോകും, എല്ലാ ആണ്ടിലും ശബരിമലയ്ക്കും പോകും. 4-5 തവണ വ്രതമെടുത്ത് മാലയിട്ട് ശബരിമല കയറാൻ പോയത് എനിക്കറിയാം. അതിലേറെ തവണയെന്ന് അദ്ദേഹം തന്നെ പറയുന്നത് കേൾക്കുക. ഞാൻ അയ്യപ്പനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ആളാണെന്ന് എന്നെ അറിയാവുന്നവർക്കൊക്കെ അറിയാം. എത്രയോ തവണ ശബരിമല അയ്യപ്പനെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അയ്യപ്പനെ തേടിപ്പോയ ചാണ്ടിയമ്മനോട് എനിക്ക് ബഹുമാനവും. ഇങ്ങനെയുള്ള വ്യക്തിക്ക് കത്തോലിക്ക സഭയുടെ പക മാത്രമേ ഉള്ളൂ. അവസരം കിട്ടുമ്പോൾ പക വീട്ടും എന്ന് മാത്രം മനസ്സിലാക്കണം. അമല മെഡിക്കൽ കോളേജിലും ജൂബിലി മെഡിക്കൽ കോളേജിലും നടന്ന സമരത്തിൽ